ഒന്നും നടന്നിട്ടില്ല. ഇവർ കൊടുക്കട്ടെ എന്ന്, റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന്. ഇപ്പോൾ യൂസുഫ് അലി വീടുണ്ടാക്കുന്ന കവടിയാർ കൊട്ടാരത്തിന് യൂസുഫ് അലിയുടെ വീടിന് ചാരിയാണ് ആര് ഈ ADGP അജിത് കുമാർ വീടുണ്ടാക്കുന്നത്. അല്ല, അത് അവർ വരട്ടെ, റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന്. ലോൺ നമ്മളെല്ലാവരും എടുക്കണല്ലോ. ഒരു ലോൺ കൊണ്ട് വീട് മുഴുവൻ പണിയാൻ പറ്റുമോ? ഭൂമി വാങ്ങണ്ടേ? എത്ര ശതമാനം ലോൺ തരിക? 60%, 70% വരും. 10-20 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടിയിൽ 70% ലോൺ തന്നാൽ തന്നെ 30% എവിടുന്ന? അതിൻ്റെ സോഴ്സ് എവിടെയാണ്? ഇപ്പം ഈ പറയുന്ന 33,80,000 വാങ്ങി 65 ലക്ഷത്തിന് വിറ്റത് അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സിൽ ആ പ്രോഫിറ്റ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടില്ല. ഈ പണം എവിടെ കൊണ്ട് എന്താ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യാതെ വരുന്നത്? ഓരോ വർഷവും IPS, IAS, IFS ഓഫീസർമാർ അവരെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ആ കണക്കിലൊന്നും ഇത് കൊടുത്തിട്ടില്ല. അതെവിടെ കൊണ്ടേ വിഴുങ്ങിയത്? കോടതിയെ സമീപിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്, ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ നിങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണ്. നമുക്കിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സമീപിച്ചാൽ കോടതി പറയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുകയാണല്ലോ, അത് കഴിയട്ടെ, അതിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയുമെന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ സാധിക്കാത്തത്. അവർ ആ റിപ്പോർട്ട് നൽകുന്ന നിമിഷം ആ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ. 152 കേസാണ് സ്വർണം പൊട്ടിച്ചത്. എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത IG അടുത്ത് ഞാൻ പറഞ്ഞത്, ഈ 152 കേസിലെ ഈ പ്രതികളെ നിങ്ങൾ നേരിട്ട് വിളിക്കണം. ദുബായിൽ നിന്ന് ആര് സ്വർണം കൊടുത്തു, എങ്ങനെ എയർപോർട്ട് വഴി കടന്നു, എയർപോർട്ടിന് പുറത്ത് നിന്ന് എവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത്, എത്ര കിലോ സ്വർണ്ണമാണ് അവർ കൊണ്ടുവന്നിരുന്നത്, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, ഏത് തട്ടാൻ്റെ അടുത്ത് നിന്നാണ് ഇത് തൂക്കിയത്, എവിടെ നിന്നാണ് ഇത് കഷ്ണങ്ങളാക്കിയത്. ഈ 152 ആളെയും വിളിച്ച് അന്വേഷിച്ചാൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ തെളിയും. 10 ആളെ വിളിക്കണ്ടേ? 10 ആളെ റാൻഡമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് റിപ്പോർട്ട് അവർ കൊടുക്കാൻ പോകുന്നത്? ഇവർ റിപ്പോർട്ടൊന്നും കൊടുക്കട്ടെ എന്ന്. റിദാൻ ബാസിൽ കേസ് അന്വേഷിച്ചിട്ടേ ഇല്ല. മാമി തിരോധാനം 3 ദിവസമാണ് ഒരു DYSP അന്വേഷിച്ചത്. 3 ദിവസം. അദ്ദേഹം വളരെ സത്യസന്ധമായി ആ കേസ് അന്വേഷിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തെ പോലീസിൽ നിന്ന് എടുത്തിട്ട് എക്സൈസിലേക്ക് മാറ്റി, താൽക്കാലിക ജോലി കൊടുത്തുകൊണ്ട്. ആ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു, അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിയെ കണ്ടു, മരുമകൻ റിയാസിനെ കോഴിക്കോട്ടുകാരൻ നിലയൊക്കെ കണ്ടു, അവിടുത്തെ മറ്റുള്ള മന്ത്രിമാരെ കണ്ടു. എന്തിനു വേണ്ടിയിട്ട്? SITയിലെ അന്വേഷണം ആദ്യം നടത്തിയ ആ SP-യെ കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തീകരിക്കണം. ചെയ്തില്ലല്ലോ. എന്താ ചെയ്യാത്തത്? അദ്ദേഹം ആ അന്വേഷണം 15 ദിവസം കൊണ്ട് തെളിയിക്കുന്ന എന്നോട് പറഞ്ഞു. 15 ദിവസം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം മാമി തിരോധാനം. 3-ാമത്തെ ദിവസം പൊക്കി. അപ്പോൾ ഇത് മുഴുവൻ കള്ളത്തരാണ്. എല്ലാ അന്വേഷണവും കള്ളത്തരാണ്. അപ്പം ഈ വിഷയങ്ങൾ ഇങ്ങനെ പോവുക. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടില്ല, സാബുവിൻ്റെ കുടുംബത്തിന് ഈ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു നീതി ലഭ്യമാകാൻ പോകുന്നില്ല. മുഴുവൻ കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാൻ കുറച്ച് ബാക്കിയുണ്ട്. അത് കോടതിയിൽ കൊടുക്കും. കാരണം കൊടുക്കുന്നതൊക്കെ വിഴുങ്ങാണ്, എല്ലാ തെളിവും വിഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില തെളിവുകൾ നമ്മൾ പർപ്പസ്ഫുള്ളി അത് കൊടുക്കാതിരുന്നതാണ്. കാരണം അതും വിഴുങ്ങും, അത് തേച്ച് മായ്ച്ച് കളയും. അത് തന്നെയാണ് ഇതിൽ ഇഷ്യൂ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ അജിത് കുമാറിനെ ഈ ADGPയിൽ നിന്ന് DGP ആകാനുള്ള സ്ക്രീനിങ് ക്ലിയറൻസ് കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘ് പ്രചാര വാഹകനായിട്ട് അജിത് കുമാർ ഇവിടെ നിലനിൽക്കുകയാണ്. തൃശ്ശൂർ സീറ്റടക്കം. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, കേരളത്തിൽ RSS BJPയുമായിട്ട് വളരെ വിശാലമായ അണ്ടർലൈൻ സഖ്യങ്ങൾ 10-30 സീറ്റിൽ അവരുണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ളൊരു തീരുമാനം ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ എടുക്കാൻ കഴിയില്ല. അതുതന്നെയാണ് വിഷയം.